ദിസ് ഇസ് റോസ്മി. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സൂപ്പർ ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ലക്ഷറി ഹോമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 4250 സ്ക്വയർ ഫീറ്റ് ഏരിയ, 7.35 സെന്റ്സ് ആണ് ലാൻഡ് ഏരിയ വരുന്നത്. 4 ബെഡ്റൂംസ് ആണ്. 800 മീറ്റർ മാത്രമാണ് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. നമുക്ക് വെണ്ണല സൈഡിലേക്കും ബൈപ്പാസ് ഏരിയയിലേക്ക് പോകാനും വളരെ ഈസിയാണ്. സോ നല്ലൊരു വീടാണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള വീട് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ലൊക്കേഷൻ, നല്ലൊരു ഓപ്ഷനാണിത്. സോ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ വീടിന് കാർ പാർക്കിംഗ് സ്പേസ് 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് എൻ്റർ ചെയ്യുമ്പം റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫോർമൽ ലിവിംഗ് റൂം കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പ് പോലെ വരുന്ന ഒരു ഡിസൈനാണ് ലിവിംഗ് ഡൈനിങ്ങിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ മേളിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രത്യേകത, ഈ ഒരു ഫോർമൽ ലിവിംഗ് റൂമും ഡൈനിങ്ങും തമ്മിൽ ഒരു പ്രൈവസി ഉണ്ട്. കാരണം ഫോർമൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുകയാണ് ലിവിംഗ് റൂമിലെങ്കിൽ ഡൈനിങ്ങിലുള്ള ആൾക്കാർക്ക് ഒരു ഡിസ്റ്റർബൻസ് വരില്ല, ഇവർക്കും വരില്ല. ആ ഒരു രീതിയിൽ ഡൈനിങ് റൂമിലാണെങ്കിൽ ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂംസ്. താഴത്തെ 2 ബെഡ്റൂംസിലും നല്ല അബ്സല്യൂട്ട് പ്രൈവസി ഉണ്ട്. 2 സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നതും. ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്ന വാർഡ്രോബും അരിസ്റ്റോയുടെ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്ന വാഷ് ബേസിന് ഗോൾഡൻ കളറിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ ഓരോ ബാത്റൂമിലും കൊടുത്തിരിക്കുന്ന വാഷ് ബേസിനൊക്കെ ഒരു ഡിസൈനർ കൈൻഡ് ഓഫ് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നതും. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പം 2 ലിവിംഗ് റൂം കൊടുത്തിട്ടുണ്ട്. ഒരു ലിവിംഗ് റൂമിനോട് ചേർന്നിട്ട് ഒരു സ്പേഷ്യസ് ബാൽക്കണി. കയറി വരുമ്പം റൈറ്റ് സൈഡിലായിട്ടാണ് 2 ബെഡ്റൂംസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്കുള്ള ബെഡ്റൂമിലാണ് ഒരു എൽ ഷേപ്പിലൊരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിംഗ് റൂമിൻ്റെ അവിടെ നിന്നാണ്
പുറത്തേക്ക് ഒരു യൂട്ടിലിറ്റി ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഈ യൂട്ടിലിറ്റി ഏരിയയുടെ മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് ആറ്റിക് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആറ്റിക് സ്പേസ് അറൗണ്ട് ഒരു 1800 സ്ക്വയർ ഫീറ്റ് ഏരിയയോളം ഉണ്ട്. നല്ല വലിപ്പമുള്ളതാണ്. അപ്പം ഇതാണ് ഈ വീടിൻ്റെ ഓവറോൾ ഒരു ഡിസൈൻ വരുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാക്കനാട് ഏരിയയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ലക്ഷറി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ഹൗസ് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.